ഒരു വലിയൊരു എന്താ പറയാ, അങ്ങനെ പറയാൻ പാടില്ല, എല്ലാത്തിനോടും നമുക്ക് വാശിയുണ്ട് നന്നാവണം എന്നുള്ളത്. പക്ഷെ ഇതിൽ ഒരു പ്രത്യേക വാശി ഉണ്ടായിരുന്നു. കാരണം പലരും ചോദിക്കുന്നത് വിവരിപ്പിക്കുന്നത് സംഗീതം എന്ന് പറഞ്ഞാൽ ഞാന് പലപ്പോഴും എനിക്ക് സത്യം പറയാൻ നമുക്ക് ഞാൻ പണ്ട് അരിശയിൽ മിമിക്രി ചെയ്യുമ്പോൾ അരിശ ചോദനാണ് എന്നെ കൊണ്ട് പാട്ടടിപ്പിച്ച് താളമൊക്കെ പിടിപ്പിക്കാം. നമുക്ക് ഭയങ്കര പിന്നെ ഞാൻ സല്ലാപം ചെയ്യുന്ന സമയത്ത് ഞാനൊരു മൂളിപ്പാട്ട് പോലും പാടിയില്ല. സാറാണ് അതിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. ജൂനിയർ യേശുദാസിന് വേണ്ടിയിട്ട് വരികൾ എഴുതി എനിക്ക് മുമ്പിൽ നിന്ന് താളമൊക്കെ പറഞ്ഞ് എല്ലാവരും ഈ പാട്ടിന് പിന്നാലെ ഉണ്ടാവണമെന്ന് എന്നോട് പിന്നെ പപ്പടനാണ് വേണ്ടി പറഞ്ഞത്. പപ്പട പാട്ടിനെ എഴുതി വിടരുത്, അതിന്റെ പിന്നാലെ ഉണ്ടാവണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ 17 വർഷത്തിന് ശേഷം ഞങ്ങൾ കമ്പോസിംഗ് ഇരുന്നപ്പോ ഇന്നലെ ഉണ്ണികളെ കഥ പറയുന്നത് തുടങ്ങിയ ഒരു ഫീലായി യാതൊരു പ്രത്യേകതയില്ല. ഇതിന്റെ ഒരു വിഷമമുള്ളൊരു ദിവസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ലോഹിദാസ് മരിച്ച ദിവസമാണ്. അതെ അതെ, ഇതിന്റെ ലവ് സോങ് എഴുതുന്നത്. അത് രാവിലെ മുതൽക്ക് ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്തിട്ട് അതവിടെ പെട്ടെന്നാണ് ഈ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകണം. ശരിക്കും എനിക്ക് ഇവരൊന്നും ചെയ്യാനുള്ളൊരു മൂഡില്ലായിരുന്നു. ഞാനിത് തിരിച്ചങ്ങോട്ട് ഒറ്റപ്പാലത്ത് പോവാം, അത് എന്നിട്ട് നാട്ടിൽ പോയിട്ട് വന്നിട്ട് വീണ്ടും തുടരാം. വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു ഞാൻ വരെയാണ് തിരിച്ചു കോഴിക്കോട് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് യാത്ര പറയാൻ വന്നതാ. അപ്പൊ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, ഞാൻ ഒരു സെക്കൻഡ് ഈ ട്യൂണ് അത് കേട്ടിട്ട് ഓക്കെ തുടക്കം മൂടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്തോണ്ട് തിരുമേനി പോയിട്ട് വന്നേക്കുന്നു പറഞ്ഞു. തിരുമേനി ഞാൻ ട്യൂണ് വാക്കിൽ എന്നെ ദുഃഖത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി. ബാക്കി ഞാൻ ആഗ്രഹിക്കുന്നതല്ല, നമുക്ക് ആ മ്യൂസിക് അതിങ്ങനെ കേട്ട് അപ്പൊ ഞാൻ വെറുതെ ഒരു ഡമ്മി പോലെ ഒരു പല്ലവി. അപ്പൊ കമൽ എത്തിയിട്ടില്ല, വേറെ ഇന്റർവ്യൂ എന്തുകൊണ്ടായിരുന്നു അനുസരണം എന്തോ കഴിഞ്ഞിട്ട് കമൽ എത്തിയില്ല. അപ്പൊ ഞങ്ങൾ പല്ലവി വെറുതെ അങ്ങോട്ട് എങ്ങനെയായിരുന്നു ആ പല്ലവി This program brought to you by Grande